വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഒരു അടിപൊളി റീയൂസ് ഐഡിയയുമായിട്ടാണ്. നമ്മൾ ഇന്ന് റീയൂസ് ചെയ്യാൻ പോകുന്നത് ഇതുപോലത്തെ മെഡിസിൻ ബോട്ടിലാണ്. അപ്പോൾ ഇതിൻ്റെ ക്ലീനിങ്ങും കാര്യങ്ങളും ഒക്കെ എങ്ങനെയാണെന്ന് ഇതിന് തൊട്ട് മുന്നത്തെ വീഡിയോയിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ കയ്യിൽ 2 ബോട്ടിലാണ് ഉള്ളത്. 2 ബോട്ടിൽ വെച്ചിട്ട് 2 വ്യത്യസ്തമായ ഉപയോഗങ്ങളാണ് നമ്മൾ കാണാൻ പോകുന്നത്. അതിലൊരെണ്ണം നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ ഒരു ഫ്ലവർ വേസോ അല്ലെങ്കിൽ ഒരു ഷോ പീസോ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന തരത്തിലാണ് ചെയ്യുന്നത്. മറ്റേത് ഒരു പക്ഷേ നിങ്ങൾ ഇങ്ങനൊരു ഉപയോഗം ആദ്യമായിട്ടായിരിക്കും കാണുന്നത്. എന്തായാലും യൂട്യൂബിലൊന്നും സെർച്ച് ചെയ്ത് നോക്കിയിട്ട് ഞാൻ അങ്ങനെ ഒരു യൂസ് കണ്ടില്ല കേട്ടോ. നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു പേപ്പർ വെയിറ്റ് ആണ്. നമ്മൾ സാധാരണ ടേബിളിലൊക്കെ യൂസ് ചെയ്യുന്നില്ലേ പേപ്പർ വെയിറ്റ് ആയിട്ട്, അത് നമ്മൾ ഈ ബോട്ടിൽ ഉപയോഗിച്ചിട്ട് ഉണ്ടാക്കിയെടുക്കുകയാണ്. ഇത് രണ്ടുമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണുന്നത്. ആദ്യം തന്നെ പേപ്പർ വെയിറ്റ് എങ്ങനെ ഉണ്ടാക്കണമെന്ന് കാണാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ചെറിയൊരു ബോട്ടിലാണ് എടുത്തിരിക്കുന്നത്. ഇത് ഗ്ലാസ് ബോട്ടിലാണ് കേട്ടോ, ചില്ലിൻ്റെ കുപ്പിയാണ്. ചില്ലിൻ്റെ കുപ്പിയായിരിക്കും നമുക്ക് പേപ്പർ വെയിറ്റ് ഉണ്ടാക്കാനായിട്ട് നല്ലത്. ഇതിൻ്റെ മൂടി അടക്കം വേണം, മൂടി കളയരുത്. നമുക്ക് ആദ്യം ഇതൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. നമുക്ക് ഇഷ്ടമുള്ള രീതിയിലൊക്കെ ഡെക്കറേറ്റ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഹാർട്ട് ഷേപ്പിൽ ഒരു ചെറിയൊരു പേപ്പർ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ ആദ്യം ഇതേപോലത്തെ ഒരു ഗ്ലൂ ഉപയോഗിച്ചിട്ട് ഇത് ഒട്ടിച്ചു കൊടുക്കുകയാണ്. നല്ലോണം ഗ്ലൂ ആക്കണ്ട, കാരണം നമുക്കിത് വീണ്ടും ഇതുമെന്ന് പറിച്ചെടുക്കേണ്ടതാണ്. അപ്പോൾ ഇതേപോലത്തെ ഗ്ലൂ സ്റ്റിക്ക് ഉപയോഗിക്കുകയായിരിക്കും നല്ലത്. അത് അധികം അങ്ങോട്ട് സ്റ്റിക്കി അല്ലല്ലോ. നമ്മുടെ സാധാ ഫെവിക്കോളൊക്കെ എന്ന് പറയുമ്പോൾ നല്ലോണം അങ്ങോട്ട് ഒട്ടിയിരിക്കും. അങ്ങനെ മൊത്തത്തിൽ 3 കോട്ട് പെയിന്റ് ആണ് നമ്മൾ അടിച്ചെടുക്കുന്നത്. അപ്പോൾ പെയിന്റ് എല്ലാതും നമ്മൾ അടിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ സെന്ററിൽ നമ്മളൊരു പേപ്പർ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ, അത് പതുക്കെ ഒന്ന് എടുത്തു മാറ്റാം. അപ്പോൾ എനിക്ക് ഇതിലൊരു അബദ്ധം പറ്റിയിട്ടുണ്ട് കേട്ടോ, അത് വഴിയെ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. അപ്പോൾ ഈ ഒരു ഭാഗത്ത് നമുക്ക് ഫില്ല് ചെയ്യണം. അവിടെ വേണമെങ്കിൽ നമുക്ക് സ്റ്റോൺസോ സ്റ്റിക്കേഴ്സോ ഒക്കെ ഉണ്ടെങ്കിൽ ഒട്ടിക്കാം, അല്ലെങ്കിൽ പെയിന്റ് അടിച്ചു കൊടുക്കാം. ഞാനിവിടെ യൂസ് ചെയ്യുന്ന ഗ്ലിറ്റർ പൗഡറാണ്. ആ ഒരു ഭാഗത്ത് മാത്രം നന്നായിട്ട് ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് നമ്മൾ ഗ്ലിറ്റർ പൗഡർ അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഗ്ലിറ്റർ പൗഡർ ഇട്ടപ്പോൾ പറ്റിയത് എന്താണെന്ന് വെച്ചാൽ പെയിന്റ് നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ടായിരുന്നില്ല. നമ്മൾ കൈ മുഴുവൊന്നും പറ്റിപ്പിടിക്കണ്ടായില്ല, പക്ഷെ എന്നാലും ഒരു ഒട്ടിപ്പിടിക്കുന്ന ഒരു ഫീലിംഗ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഗ്ലിറ്റർ പൗഡർ ഇട്ടപ്പോൾ അതിൻ്റെ സൈഡിലൊക്കെ വീണത് അവിടേക്ക് ഒട്ടിപ്പിടിച്ചിരുന്നു കേട്ടോ. അപ്പം ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഭാഗത്ത് ഒന്നും കൂടി ഒന്ന് പെയിന്റ് അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ കറക്റ്റായിട്ട് തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ ഗ്ലിറ്റർ പൗഡർ ആണ് നിങ്ങൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ വളരെ ശ്രദ്ധിച്ച് വേണം ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ അപ്പുറത്ത് വീണാൽ കുഴപ്പമില്ല, വീണ്ടും ഒന്ന് പെയിന്റ് ചെയ്തെടുത്താൽ മതി. ഇതിൻ്റെ ഉള്ളിലേക്ക് പെയിന്റ് ആവാതെ കറക്റ്റ് ആ ഷേപ്പിൽ തന്നെ ചെയ്തെടുക്കാം. ഇനി ഇത് നമുക്ക് ഉണങ്ങാനായിട്ട് വെയിറ്റ് ചെയ്യാം. അപ്പോൾ അത് നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട്. നമ്മുടെ പെയിന്റും ഗ്ലിറ്ററും ഒക്കെ ഒട്ടിച്ചു കൊടുത്ത് നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പേപ്പർ വെയിറ്റ് ആക്കി മാറ്റണ്ടേ? അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് കല്ലുകളാണ് എടുത്തിരിക്കുന്നത്. ചെറിയ ചെറിയ കല്ലുകളാണ്. ഇത് നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ ഫില്ല് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമ്മുടെ മൂടി ഉപയോഗിച്ചിട്ട് ഇതൊന്ന് അടച്ചു കൊടുക്കാം. ഇനി ഈ ഭാഗം കൂടി നമുക്കൊന്ന് ഫില്ല് ചെയ്തെടുക്കണ്ടേ? അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ വുളൻ ത്രെഡ് ആണ് യൂസ് ചെയ്യുന്നത്. ബ്ലാക്ക് കളർ വുളൻ ത്രെഡ് എടുത്തിട്ടുണ്ട്. ഇത് നമുക്കിവിടെ ചുറ്റി കൊടുക്കാം. അങ്ങനെ നമ്മുടെ പേപ്പർ വെയിറ്റ് ഇത് അവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അടിപൊളിയാണ് കേട്ടോ. നമ്മൾ സാധാരണ പേപ്പർ വെയിറ്റ് ഒക്കെ യൂസ് ചെയ്യുന്നില്ലേ, അതുപോലെ തന്നെയുണ്ട്. നമ്മൾ പിടിച്ചു നോക്കുമ്പോൾ നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ കല്ലുകളൊക്കെ ഇട്ട് ഫില്ല് ചെയ്ത കാരണം നല്ല വെയിറ്റ് ഉണ്ട്. അപ്പം നമ്മുടെ വീട്ടിൽ ഓഫീസ് ടേബിളോ അല്ലെങ്കിൽ സ്റ്റഡി ടേബിളോ ഒക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ ക്യൂട്ടായിട്ടുള്ള പേപ്പർ വെയിറ്റ് ഒക്കെ ഉണ്ടാക്കിയെടുത്ത് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അടുത്ത പോട്ടിൽ ഞാൻ എടുത്തിരിക്കുന്നത് ഒരു പ്ലാസ്റ്റിക്കിൻ്റെ പോട്ടിലാണ്. ഇത് നമുക്കൊരു ഫ്ലവർ വേസ് മോഡലോ അല്ലെങ്കിൽ ഒരു ഷോ പീസ് മോഡലോ ആയിട്ടാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. ഞാനിവിടെ ഡാർക്ക് ബ്ലൂ കളർ എടുത്തിട്ടുണ്ട്. ഇത് ഉപയോഗിച്ചിട്ട് നമുക്കൊന്ന് പെയിന്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഒരു 3 കോട്ട് പെയിന്റ് ഞാനിതിൽ അടിച്ചിട്ടുണ്ട്. അപ്പോൾ പെയിന്റ് എല്ലാം ഉണങ്ങിയിട്ടുണ്ട്. ഇനി ഞാൻ ചെറിയ മിറേഴ്സ് ആണ് എടുത്തിരിക്കുന്നത്. അത് നമുക്കിതിൻ്റെ സെൻറ്ററിലായിട്ട് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ മിറേഴ്സ് ഇല്ലെങ്കിൽ നമുക്ക് ബിസ്ക്കറ്റ് കവർ യൂസ് ചെയ്യാം കേട്ടോ. നമ്മൾ കുറേ വീഡിയോസ് കണ്ടിട്ടുണ്ട് മിറേഴ്സിന് പകരം ബിസ്ക്കറ്റ് കവർ യൂസ് ചെയ്തിട്ടുള്ള ബോട്ടിൽ ആർട്സ് ഒക്കെ. അപ്പോൾ അതേപോലെ വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഇനി ഇതിൻ്റെ ചുറ്റും ഒട്ടിക്കാനായിട്ട് ഞാനിവിടെ ഗോൾഡൻ ബീഡ്സ് ആണ് എടുത്തിരിക്കുന്നത്. ഹാഫ് ബീഡ്സ് ആണ് കേട്ടോ, ചെറിയ ബീഡ്സ് ആണ്. അപ്പോൾ ഇതും കൂടി ഒട്ടിച്ചു കൊടുത്താൽ നല്ല ഭംഗിയുണ്ടായിരിക്കും. ഇനി ഇതിന്റെ മുകൾ ഭാഗം ഫില്ല് ചെയ്യാനായിട്ട് ഞാനിവിടെ ഒരു പഴയ ഉടുപ്പുമത്തെ ലേസ് ആണ് എടുത്തിരിക്കുന്നത്. ഗോൾഡൻ കളറുള്ള ലേസ് ആണ്.
അപ്പോൾ അതിന് പകരമായിട്ട് നിങ്ങൾക്ക് വൂളൻ ത്രെഡോ അങ്ങനെ എന്തെങ്കിലും ചുറ്റി കൊടുക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ. അങ്ങനെ ഈ ഒരു ബോട്ടിലായിട്ട് നമ്മുടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ചെറിയ ബോട്ടിലാണ് ചെയ്തിരിക്കുന്നതെങ്കിലും നല്ല ഭംഗിയുണ്ട്. ആ ഒരു ബ്ലൂ ആൻഡ് ഗോൾഡൻ കോമ്പിനേഷൻ അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള രീതിയിലൊക്കെ ഡെക്കറേറ്റ് ചെയ്തെടുക്കാം കേട്ടോ. ഇതുപോലെ കുറേ എണ്ണം ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു ഷോ പീസായിട്ടോ അല്ലെങ്കിൽ ഒരു ഫ്ലവർ വേസ് ആയിട്ടോ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ പെൻ സ്റ്റാൻഡ് ഒക്കെ ആയിട്ട് യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഇന്നത്തെ 2 ബോട്ടിൽ ക്രാഫ്റ്റ്സും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു, യൂസ്ഫുൾ ആയിരിക്കും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയാം. പിന്നെ നമ്മുടെ ഗിവ് അവേയുടെ കാര്യം, ഒരു കുഞ്ഞു സമ്മാനമാണ്, ഒരു കുഞ്ഞു ഗിവ് അവേ ആണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമേ ഉള്ളൂ. നമ്മൾ 50,000 സബ്സ്ക്രൈബേഴ്സ് ആവുന്ന വരെയുള്ള വീഡിയോസ്, ഇനി മുതലിടുന്ന എല്ലാ വീഡിയോസും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കമൻറ്റ് ചെയ്യുമ്പോൾ വീഡിയോ പകുതിയെങ്കിലും കണ്ടിട്ട് കമൻറ്റ് ചെയ്തോളൂ. അല്ലെങ്കിൽ ചില കമൻസ് ഒക്കെ ഇങ്ങനെ സ്പാമായി പോവാറുണ്ട്, തുടക്കത്തിൽ മാത്രം കണ്ടിട്ട് ഇടുന്ന കമൻസ്. അപ്പോൾ അവരെ നമുക്ക് ഉൾക്കൊള്ളിക്കാനായിട്ട് പറ്റില്ല. പറയാത്തവരുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി പറഞ്ഞതാണ് കേട്ടോ. കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, എന്താണ് ഗിഫ്റ്റ് കാര്യങ്ങളൊക്കെ. അപ്പോൾ അറിയണമെന്നുള്ളവർ ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കിയാൽ മതി. അപ്പോൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നമുക്കിനി അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ.